ക്രിസ്തുവേശുവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് ദൈവം നമ്മിൽ നിന്ന് ചില ബന്ധങ്ങളെ അകറ്റുന്നത്? അത് ഒരുപക്ഷെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം, കുടുംബ ബന്ധങ്ങളായിരിക്കാം, ആത്മീക ബന്ധങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ളതായ ചില ബന്ധങ്ങളെ പിന്നീട് ഒരിക്കലും യോജിക്കാത്ത വിധത്തിൽ ദൈവം വേർപെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് പലപ്പോഴും നമ്മളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദേഷ്യവും ആകുലതയും വേദനയൊക്കെ ഉളവാകുവാൻ കാരണമാകും. നാം ചിന്തിക്കാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ചില സമയങ്ങളിൽ ദൈവം ചിലരെ നമ്മളിൽ നിന്ന് അകറ്റുന്നത് അത് നമ്മെ സംരക്ഷിക്കുന്നതിനും, അഥവാ അത് നമ്മുടെ ഗുണത്തിനും നമ്മുടെ ആത്മീക ഭൗതിക നേട്ടങ്ങൾക്കും കാരണമാകുന്നു. ഓർക്കുക, ചില വ്യക്തികൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിരിക്കാം, എന്നാൽ അവർ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗം ആകണമെന്നില്ല. ചില ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ നാം ആശ്ചര്യപ്പെടും, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തിരുവചനത്തിന് ആധാരമാക്കി എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്ന് നാം ചില പാഠങ്ങൾ പഠിക്കുവാനായിട്ട് മനസ്സിലാക്കണം. അതിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ദൈവം നമ്മളിൽ നിന്ന് അകറ്റുന്ന ചില ബന്ധങ്ങൾ അകലുവാൻ ദൈവം അകറ്റുന്നതിൻ്റെ കാരണങ്ങളെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ കാരണം, ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് എത്തുവാൻ കഴിയത്തില്ല. അതായത് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന ഇടത്തേക്ക് അവർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ എത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ബന്ധങ്ങളെ ദൈവം നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഓർക്കുക, നിങ്ങളെ ദൈവം കൊണ്ടുപോകുന്ന പാതയിൽ എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടത്തിൽ വരുവാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളെ നടത്തുന്നത് ഒരു പ്രത്യേക ആത്മീക ഭൗതികമായ വളർച്ചയിലാണ്. ഈ ഒരു കാലത്ത് അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ബന്ധങ്ങളെയും നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും തടസ്സമാകുന്ന പല ബന്ധങ്ങളും നിങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നാം ചിന്തിക്കരുത്, അവർ മോശക്കാരായതുകൊണ്ടല്ല നമ്മളുമായിട്ടുള്ള ബന്ധത്തെ ദൈവം വിച്ഛേദിപ്പിക്കുന്നത്. നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയാണ്. നാം ആത്മീക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായി നമ്മുടെ ആത്മീക ജീവിതം സുഗമമാകുന്നതിന് വേണ്ടിയാണ് ദൈവം ആ ബന്ധങ്ങളെ നമ്മളിൽ നിന്ന് വേർപെടുത്തുന്നത്. പണ്ട് ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഉയർന്ന് പറക്കണമെങ്കിൽ താഴെയുള്ളത് ചിലത് നാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ഒരു പരിത്യാഗം ആവശ്യമാണ്. ഇതിൻ്റെ അർത്ഥം നാം മറ്റുള്ളവരെ പരിഗണിക്കരുതോ എന്ന് അല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക്, ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതായ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും, നമ്മുടെ സുഹൃത്തുക്കളായ പലർക്കും എത്തിച്ചേരുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളെ ദൈവം നമ്മളിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയാകും. രണ്ടാമത് ഒരു കാരണം എന്ന് പറയുന്നത്, നാം സ്ഥാപിച്ചെടുത്തതായ ചില ബന്ധങ്ങൾ അത് ദൈവഹിതമല്ലാത്തതായ ബന്ധങ്ങളാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ആ വ്യക്തി നിങ്ങളോട് കൂടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ദൈവഹിതമല്ലാത്ത ബന്ധത്തിൽ അകപ്പെട്ടാൽ അങ്ങനെയുള്ള ബന്ധങ്ങളെയും വ്യക്തികളെയും ദൈവം നിങ്ങളിൽ നിന്ന് അകറ്റുവാനായിട്ടിടയാകും. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നാം അവരും ഒന്നിച്ചാണ് സ്വപ്നങ്ങൾ കണ്ടത്, ദർശനങ്ങൾ പ്രാപിച്ചത്, ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഇതെല്ലാം ഒരു നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ ആയിരുന്നു. ഒരു ശുദ്ധ മനസാക്ഷിയിൽ നിന്നുകൊണ്ടാണ് നാം ഈ പദ്ധതികളൊക്കെ തയ്യാറാക്കിയതെങ്കിൽ പോലും ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒന്നിച്ച് സ്വപ്നങ്ങൾ കണ്ട, ദർശനങ്ങൾ പ്രാപിച്ച, ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്ത ചിലരെ നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഓർക്കുക, നമ്മുടെ ഉദ്ദേശശുദ്ധിയും ഉള്ള ബന്ധങ്ങൾ, ദർശനങ്ങൾ, പദ്ധതികൾ, ഇതെല്ലാം എല്ലായ്പ്പോഴും ദൈവഹിതമാകണമെന്നില്ല. മറ്റൊരാളുമായുള്ള സൗഹൃദം നമ്മളിൽ ഒരു പ്രത്യേക ഊർജം കൊണ്ടുവരും എന്നത് സത്യമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം, പ്രവൃത്തി, തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകളൊക്കെയും നമ്മളെ സ്വാധീനിക്കുവാനായിട്ട് ഇടയുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്നതായ തിരഞ്ഞെടുപ്പുകൾ, ഇങ്ങനെ ഉണ്ടാകുന്നതായ സ്വഭാവവിശേഷങ്ങൾ, ഇങ്ങനെ ഉണ്ടാകുന്നതായ തീരുമാനങ്ങൾ നമ്മെ ദൈവിക പദ്ധതികളിൽ നിന്ന് അകറ്റുവാനായിട്ടിടയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളെ ദൈവം എന്തു ചെയ്യുന്നു? നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയാകുന്നു. അനുഭവങ്ങൾ, അതായത് നമ്മുടെ മുൻകാല ബന്ധങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് ചതിക്കപ്പെട്ടതായ അനുഭവങ്ങൾ, വേറൊരു തലത്തിൽ പറഞ്ഞാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിനറിയാം, നാം ഈ അവസ്ഥയിലൂടെ, ഈ അനുഭവത്തിലൂടെ കടന്നു പോയാലേ ചിലത് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിനറിയാം. ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരെ വേദന ഉണ്ടാക്കുന്നതായ ഒരു സംഭവമാണ്. എന്നാൽ ഈ ആയുധം ഉപയോഗിച്ചാണ് ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുന്നത് എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ കാല ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചിലർ നമ്മെ വേദനപ്പെടുത്തുകയും ചതിക്കുകയും ചെയ്യുമ്പോൾ നാം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിൽ ഉപരിയായിട്ട് ഈ ആയുധം, അതായത് ഈ ഒറ്റിക്കൊടുക്കുക, വേദനപ്പെടുത്തുക എന്നുള്ള ആയുധം ഉപയോഗിച്ചാണ് ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം നാം ഇങ്ങനെയുള്ളതായ ബന്ധങ്ങളിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവം ഒരു ക്രൂരനായിട്ടല്ല നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്.
ദൈവത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു അത്. ഒരു കാലത്ത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായവർ നിങ്ങളെ ചതിച്ചപ്പോൾ, അവർ നിങ്ങളെ വേദനപ്പെടുത്തിയപ്പോൾ നിങ്ങളും ഞാനും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം അത് ചിന്തിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതായ ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചിലപ്പോൾ നമ്മുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി സകലതും നഷ്ടപ്പെടുത്തുവാൻ നാം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നാം ചതിക്കുവാ അഥവാ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് ദൈവം ചില അടയാളങ്ങൾ നമ്മെ കാണിക്കാറുണ്ട്. പലപ്പോഴും ദൈവം കാണിക്കുന്നതായ ഈ അടയാളങ്ങൾ എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ പ്രത്യക്ഷമായ പെരുമാറ്റത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അത് സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം, മറ്റു ചിലപ്പോൾ മറ്റിതര മാർഗങ്ങളിലൂടെ ദൈവം നിങ്ങൾ ചതിക്കപ്പെടുവാൻ പോകുകയാണ് എന്നുള്ളതായ സിഗ്നൽ നമുക്ക് കാണിക്കുവാൻ ഇടയുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് നാം പിന്മാറുകയും നാം കടന്നുപോയ അവസ്ഥകളിൽ നിന്ന് നാം ചിലത് പഠിക്കുവാനും തയ്യാറാകണം. 4-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം ചിലരെ നമ്മിൽ നിന്ന് അകറ്റുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനു വേണ്ടിയാണ്. ചില ബന്ധങ്ങളിൽ നിങ്ങളിൽ അസമാധാനവും ശൂന്യതയും വിരക്തിയും ഉത്കണ്ഠയും ഉളവാക്കുന്നതായ ചില ബന്ധങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളതായ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിലൂടെ ദൈവം നിങ്ങളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് ഇടയാകും. ചില ബന്ധങ്ങൾ അനുഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തിൽ പരാജയം കൊണ്ടുവരുന്നതിനും കാരണമാകും. ഓർക്കുക, ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മെ അനുഗ്രഹത്തിലേക്കും അതുപോലെ തന്നെ പരാജയത്തിലേക്കും നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. സങ്കീർത്തനം 34:18 ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നതായ ദൈവമാണ്. ഈ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തോട് അടുക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ദൈവിക സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കുവാനും കഴിയും ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് അറ്റുപോകുമ്പോൾ. ഇനി വേറൊരു കാരണം എന്ന് പറയുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ബന്ധങ്ങളെ ദൈവം നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത്, ഗോഡ് ഹാസ് സംതിങ് ബെറ്റർ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നാണ് ദൈവം കരുതിയിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ ചില തടസ്സങ്ങളുണ്ട്. ചില ബന്ധങ്ങൾ അറ്റുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തതായി ദൈവം ചില ബന്ധങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള കാരണം പക്വതയില്ലായ്മയിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളാണ്. പക്വതയില്ലായ്മയിൽ നിങ്ങളെടുത്ത തിരഞ്ഞെടുപ്പുകൾ, അതിലൂടെ സ്ഥാപിതമായ ചില സുഹൃത്ത് ബന്ധങ്ങൾ, അതിനെ ദൈവം എന്തു ചെയ്യുമെന്നറിയാമോ? നിങ്ങളിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. അതായത് അബദ്ധമായ തീരുമാനത്തിലൂടെ ചില ബന്ധങ്ങൾ, ചില തിരഞ്ഞെടുപ്പുകൾ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തിയതിനെ, അങ്ങനെയുള്ളതായ ചില ബന്ധങ്ങളെ ദൈവം അവസാനിപ്പിക്കുന്നതായിട്ട് ചിലരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പക്വതയില്ലാത്ത തിരഞ്ഞെടുപ്പുകൾ നമ്മിൽ വലിയ വീഴ്ചകൾ കൊണ്ടുവരും. അപക്വമായ തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുമ്പോൾ നാം ദൈവഹിതവും ദൈവേഷ്ടവും മനസ്സിലാക്കാറില്ല.
ദൈവം പലപ്പോഴും നാം ഇങ്ങനെയുള്ളതായ തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളിലും എത്തിച്ചേരുമ്പോൾ അതിൻ്റെ അനന്തരഫലം നാം അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവഹിതമല്ലാത്തതായ തിരഞ്ഞെടുപ്പുകൾ, ദൈവഹിതമല്ലാത്തതായ ബന്ധങ്ങൾ, അത് നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് പലപ്പോഴും ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇങ്ങനെയുള്ളതായ ബന്ധങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെയുള്ളതായ ബന്ധങ്ങളിൽ നാം തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എന്തു ചെയ്യുമെന്നറിയാമോ? അങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. 2 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അവസാനമായിട്ട് വേറൊരു കാരണം കൂടെ ചിന്തിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചില ബന്ധങ്ങൾ നമ്മെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ ബന്ധങ്ങളെ ദൈവം നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. അതായത് നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ളതായ ബന്ധങ്ങളെ ദൈവം എന്തു ചെയ്യും? അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം ചിലരെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നു എങ്കിൽ അവർ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചില ബന്ധങ്ങൾ പലപ്പോഴും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ബന്ധങ്ങളാണ്. കാരണം നമ്മുടെ സുഹൃത്തുക്കൾ അഥവാ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഉള്ള വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, ശീലങ്ങൾ, അതുപോലെ ആത്മീക വളർച്ച, ഈ വക കാര്യങ്ങളിൽ വ്യക്തികൾക്ക് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയും. അതായത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ശീലങ്ങളിലും നമ്മുടെ ആത്മീക വളർച്ചയിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ സ്വാധീനം ചെലുത്തുന്നതായ ബന്ധങ്ങൾ അത് പാപത്തിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ പാപപ്രവണതയിലേക്ക് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു എങ്കിൽ അങ്ങനെയുള്ളതായ ബന്ധങ്ങളെ ദൈവം എന്തു ചെയ്യും? അകറ്റുവാനായിട്ട് ഇടയായിത്തീരും. 1 കൊരിന്ത്യരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മിൽ നിന്ന് ദൈവം അകറ്റുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നുള്ളതാണ്. ബന്ധങ്ങൾ ദൈവം നമ്മിൽ നിന്ന് അകറ്റുമ്പോൾ അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനും സമാധാനവും സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഓർക്കുക, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം എന്തു ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയവനായ ദൈവത്തിൻ്റെ മാറോട് ചാരി ദൈവിക വാഗ്ദത്തങ്ങളും പദ്ധതികളെയും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം പറയുന്നത് പോലെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിഞ്ഞ് ആ വലിയവനായിരിക്കുന്ന ദൈവമായി അവനെ വിശ്വസിച്ചുകൊണ്ട് വിജയപ്രദമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ.